നല്ല പടം, നല്ല പടം. അതെ, ഒത്തിരി ഇമോഷണലി നമ്മൾ ലാസ്റ്റ് ഭയങ്കര ടച്ചിങ് ആവുന്നൊരു പടം. നല്ല പടം, നല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ഒക്കെയാണ് വരുന്നത്. നല്ല നല്ല പടം. അല്ല, പടം നല്ല പടം, നല്ല മെസ്സേജ് ഉണ്ട്, നല്ല രസമായിട്ട് ഭയങ്കര സ്ലോ പിച്ച് ആണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ എടുത്തു പോയിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഒരു മെസ്സേജും ഉണ്ട്. കാരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് ഒരു കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള. സ്പോയിലർ ആക്കുന്നില്ല, ഏതായാലും നല്ലൊരു മെസ്സേജ്, അടിപൊളി. അതെ, തീർച്ചയായിട്ടും അത് കാണാനുണ്ട് പടത്തിൽ. ഏതായാലും സൂപ്പർ. ക്ലൈമാക്സ് ഇങ്ങനെ ഭയങ്കര ട്വിസ്റ്റോ കാര്യങ്ങളോ അല്ല, പക്ഷെ നല്ലൊരു മെസ്സേജും എല്ലാം കഥ കൊടുക്കുന്നുണ്ട് പടം. വളരെ അർത്ഥവത്താണ്, നല്ല അഭിനയം, വളരെ എല്ലാ ജനവും കാണുമെന്നേ ഞാൻ പറയുകയുള്ളൂ. കാരണം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ഇന്നത്തെ തലമുറ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നന്നായിട്ടുണ്ട്. അല്ല, സത്യമാണ്, അത് ശ്രദ്ധിക്കണം. അങ്ങനെ തന്നെ വെറുതെ അഴിച്ചു വിട്ടിട്ട് കാര്യമില്ല. ഗ്രേറ്റ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സത്യം, ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് പലതും ഉണ്ടാകാം, പക്ഷെ പലതും അറിയാണ്ട് പോവുകയാണ്. ആരോട് പറയാൻ? നന്നായിട്ടുണ്ട്, നല്ല പെർഫോമൻസും ആ സ്റ്റോറി നന്നായിട്ടുണ്ട്. പത്മകുമാർ നന്നായി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഇതാ ഞാൻ എൻ്റെ കണ്ണു നിറഞ്ഞല്ലോ. എനിക്ക് ശരിക്കും ഫീലിംഗ് കൊണ്ട് ശരിക്കും. കാരണം ഇങ്ങനെ എത്രയോ കുഞ്ഞുങ്ങളുണ്ടോ അവസാനം എഴുതി കാണിക്കുന്ന കണ്ടില്ലേ, കാണപ്പെടാതെ കിടക്കുന്നത്. അല്ല, എന്നെ പോലുള്ളവർക്ക് ജനിച്ച കുഞ്ഞുങ്ങളല്ലേ അത്. നന്നായിട്ടുണ്ട്, നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റോറി കേട്ടോ. നല്ല സിനിമയാണ്, എല്ലാവരുടെയും നല്ല അഭിനയമാണ്. ലാസ്റ്റ് ഫുള്ള് ഇമോഷണലാണ്, നല്ലതായിട്ട് കണ്ടിരിക്കണം കേട്ടോ. അടിപൊളി ടെസ്റ്റ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെയാണ്, പക്ഷെ ലാസ്റ്റ് അടിപൊളി. റിയൽ ലൈഫ് സ്റ്റോറിയാണോ? അത് ലാസ്റ്റ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. റിയൽ ലൈഫ് ആണെന്ന് പറഞ്ഞപ്പോൾ റിവ്യൂ ഒന്നും കാണാണ്ടാണ് വന്ന് കണ്ടത്. പക്ഷെ നല്ല എല്ലാം ഉണ്ട്. ഒരു സിബ്ലിങ്സ് ഉള്ളവരൊക്കെ നല്ലതായിട്ട് കണക്ട് ആവും പെട്ടെന്ന്. ലൈക്ക് എനിക്ക് അനിയൻ മാത്രമല്ല, അമ്മാനെ പെട്ടെന്ന് കണക്ട് ആവും. നല്ല അടിപൊളി. ഓക്കെ ഓക്കെ, അങ്ങനെ ഡയറക്ഷൻ വൈസ് എല്ലാം മൂവി അടിപൊളിയാണ്. റിയൽ ലൈഫ് സ്റ്റോറി ആയതും കൂടെ നല്ലതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല മൂവിയാണ്. ലാസ്റ്റ് പുള്ളി കലൊടച്ചു. ഞാൻ അതുവരെ ഒരു എക്സ്പെക്ടേഷൻസും ഇല്ലാണ്ടാണ് കണ്ടത്, പക്ഷെ ലാസ്റ്റ് പുള്ളി കലൊടച്ചു. നൈസായിരുന്നു. സസ്പെൻസ് എന്തായാലും പറയുന്നില്ല, എല്ലാവരും വന്ന് കാണാം. അടിപൊളിയായിരുന്നു. ഉണ്ടാവും. എനിക്ക് എൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോളെ പോലെ ഉണ്ടാവും കുഞ്ഞിനെ കാണാൻ. അതുകൊണ്ട് തന്നെ കുറച്ച് എന്തോ ഭയങ്കര സങ്കടമായി. എല്ലാവരും പോയി കാണാം. അത് കഥയൊന്നും പറയുന്നില്ല, ഒരു വെറൈറ്റി സാധനമാണ്. എല്ലാവരും എന്താ അതാണല്ലോ പടം. അങ്ങനത്തെ ഒരു പടമാണ്, നൈസ് പടമാണ്, കൊള്ളാം. എല്ലാവരും കാണാം, ഒരു വെറൈറ്റി പടമാണ്. നല്ലായിരിക്കുന്നു, സൂപ്പറായിരിക്കുന്നു. അല്ല, നമ്മൾ കുറച്ചും കൂടെ ഒക്കെ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി കാണിക്കണം എന്നൊക്കെയുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. എന്തോ അതുകൊണ്ട് അതിൻ്റെ അകത്തൊരു ഹ്യൂമൻ കൺസിഡറേഷൻ ഉണ്ട്. ഈ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഒരു ഇമോഷണൽ വർക്കായോ? സങ്കടമായോ ലാസ്റ്റ്? സങ്കടമല്ല, അവസാനമായപ്പോൾ സന്തോഷം. സങ്കടം മീൻസ് നമ്മൾ സന്തോഷം കൊണ്ട് കണ്ടെന്നറിയും.